നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങൾ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളിലെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് എല്ലാരും കൂടെ ഊണ് കഴിക്കാനിരിക്കുന്ന സമയത്ത് അലീനെ ഊണ് കഴിക്കാനായിട്ട് അവതക്കുടിച്ചാൻ വിളിച്ചു. പക്ഷെ അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ വീട്ടിലുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാരും അലീനെ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ അവരെല്ലാം നോക്കുന്ന കണ്ടിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അതെ, എനിക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഊണ് മേശയിലിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയുണ്ടോ? വല്യപ്പച്ചനെ മക്കള് തന്നെ പറയട്ടെ, ഉണ്ടെന്ന് പറഞ്ഞാലേ ഞാൻ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരു നിമിഷം ആരൊന്നും മിണ്ടിയില്ല. അവസാനിപ്പച്ചന് റോബർട്ടും അവരൊക്കെ പരസ്പരം നോക്കുവാണ്. അവതക്കുട്ടിച്ചാൻ തന്റെ മക്കളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ ആരും ഒന്നും മിണ്ടാത്ത എന്താ? അവള് ചോദിച്ചത് കേട്ടില്ലടാ, നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനൊന്നും ഇല്ലേ? അതെ, ഈ ഊണുമേശയെ ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്ന് മാത്രല്ല, ഈ വീട്ടിൽ കാല് കുത്താൻ പോലും അർഹതയില്ല അവൾക്ക്. ഔസേപ്പച്ചൻ നമ്മൾ വെട്ടി തുറന്നു പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ആൽബർട്ടിന് ധൈര്യമായി. നിന്നെ ഞങ്ങൾ എന്തായാലും കൊട്ടാരം മറ്റും തറവാട്ടിലെ അംഗമായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല, ഇനി അംഗീകരിക്കാനും ഉദ്ദേശമില്ല. ലാലിച്ചായന് പറ്റിയ കൈത്തെറ്റിന്റെ നാണക്കേട് ഞങ്ങൾ എന്തിനാ ചുമക്കുന്നേ? വല്ലവർക്കുണ്ടാകുന്ന വിഴുപ്പ് ചുമക്കേണ്ട ചുമതലയൊന്നും ഞങ്ങൾക്കില്ല. ഈ ലോകത്ത് ആർക്കൊക്കെ എന്തൊക്കെ യോഗ്യതയുണ്ടെന്ന് നിങ്ങൾ 2-3 പേര് അങ്ങ് ചേർന്ന് തീരുമാനിച്ചാൽ മതിയോ? നിങ്ങളാണ് അവിടുത്തെ ന്യായാധിപന്മാര്. അവതക്കുടിച്ചാന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ദേഷ്യത്തോട് കൂടിയിട്ടാ അവതക്കുടിച്ചാനെ ചോദിക്കുന്നേ. അതെ, ഞങ്ങളോട് ചോദിച്ചതിന്റെ മറുപടി അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. ആൽബർട്ട് ഇച്ചിരി ഒച്ച താഴ്ത്തിയാണെന്ന് പറഞ്ഞത്. അല്ല, അവൾ ഇവിടെ വന്നിരുന്ന് കഴിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിച്ചു വിടുവോ? അലീന, നീ ഇവിടെ വന്നിരുന്ന് കഴിക്ക്. അവതക്കുടിച്ചാന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അലീന എല്ലാരും നോക്കി. എന്നിട്ട് ഊണുമുറിയിലേക്ക് വന്നിട്ട് ഊണുമുറിയിൽ നിന്ന് ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് ഭക്ഷണം വിളമ്പി. അത് കുടിച്ചാന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഔസേപ്പച്ചൻ എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുവാണ്. വേണ്ട, ആരും എഴുന്നേറ്റ് പോകണ്ട എന്ന് അലീന പറഞ്ഞു. ഞാൻ ഇവിടെ ഇരിക്കുന്നൊന്നുമില്ല, ആരോടും കുസ്തി പിടിച്ചിട്ട് ഒരു സ്ഥാനം എനിക്ക് വേണ്ടതാനും. അവൾ ഭക്ഷണം വിളമ്പിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. വാതുക്കൾ ചെന്നൊന്ന് തിരിഞ്ഞു നോക്കി. എല്ലാവരെയും നോക്കി. ഔസേപ്പച്ചൻ അപ്പോഴേക്കും വീണ്ടും ഊണ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അലീന പറഞ്ഞു, അതെ, 23 വർഷം ഞാൻ ഭക്ഷണം കഴിച്ചതേ അനാഥാലയത്തിന്റെ വരാന്തയിലിരുന്നാണ്. പാത്രം ഇത്ര നല്ലതൊന്നും ആയിരുന്നില്ല, ഭക്ഷണവും ഇത്രത്തോളം വില പിടിച്ചൊന്നും ആയിരുന്നില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന ആ രുചിയുണ്ടല്ലോ, പിന്നീട് ഒരിക്കലും ഞാൻ കഴിച്ച ഒരു ഭക്ഷണത്തിനും കിട്ടിയിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഏത് വലിയ മണിമാളിയിലിരുന്ന് കഴിച്ചാലും. അലീന ഒരു നിമിഷം ഒന്ന് നോക്കി. എല്ലാരും അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഇവിടെ ആരൊക്കെയോ പറയുന്നത് കേട്ടു, എന്നെ ഈ വീട്ടിൽ കയറ്റുക പോലും ചെയ്യരുതായിരുന്നെന്ന്, ഭക്ഷണമൊന്നും കൊടുക്കരുതെന്ന്. ഈ വീട്ടിൽ ഒരു സ്ഥാനവും നേടിയെടുക്കാൻ വന്നതല്ല ഞാന്. ഒരവകാശം എനിക്ക് വേണ്ട. ആരുമില്ലാത്തവളാണെന്ന് വിചാരിച്ച കഴിഞ്ഞ 23 വർഷവും ഞാൻ ജീവിച്ചത്. സ്വന്തക്കാരായിട്ട് ഒരുപാട് പേരുണ്ടെന്നറിഞ്ഞപ്പം എല്ലാവരെയും കാണാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് മാത്രം വന്ന, നാളെയോ മറ്റന്നാളോ ഞാനും കൂടെ തിരിച്ചു പോയിക്കൊള്ളാം. അലീന തിരിഞ്ഞ് കിച്ചണിലേക്ക് കയറി. 1-2 നിമിഷം അങ്ങനെ തന്നെ നിന്നു. പിന്നീട് തോന്നി താൻ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലെന്ന്. അവിടെ ഇടത് കൈ കൊണ്ട് ഡോറക്കട്ടൻ വകഞ്ഞു മാറ്റി വീണ്ടും ഊണുമുറി കൂടിയിരിക്കുന്നവരെയൊക്കെ നോക്കി. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു അനാഥാലയത്തിൽ ജീവിച്ചു എന്നുള്ളതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാനങ്ങനെ അനാഥാലയത്തിലെത്തി എന്റെ കുറ്റം കൊണ്ടാണോ? ഔസേപ്പച്ചനോ ആൽബർട്ടോ ഒക്കെ അന്തം വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മറുപടി ഒരിക്കലും അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അലീന തുടർന്ന് പറഞ്ഞു, അതെ, കുഞ്ഞുങ്ങൾ അനാഥാലയങ്ങളിൽ എത്തിച്ചേരുന്ന തീർച്ചയായിട്ടും അവരുടെ തെറ്റുകൊണ്ടല്ല. വേറെ ആരോ ചെയ്ത പാവത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്ന നിരപരാധികളാണ് അനാഥ കുഞ്ഞുങ്ങള്. നിങ്ങൾ ആരൊക്കെയോ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാ കഴിഞ്ഞ 23 വർഷക്കാലം ഞാൻ അനുഭവിച്ചേ. ഇനി അനുഭവിക്കാനിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഈ തറവാട്ടുമുറ്റത്ത് കളിച്ച് വളരേണ്ടവളായിരുന്നില്ല ഞാനും. നിങ്ങളുടെ മക്കളെ പോലെ സ്നേഹിച്ച് സംരക്ഷിക്കേണ്ടതായിരുന്നില്ല എന്നെയും. അവിടെ ഇരുന്ന് ഒരാൾക്കും നിഷേധിക്കാനാത്ത വിധം വ്യക്തവും യുക്തവുമായിരുന്ന അലീനയുടെ ചോദ്യങ്ങളൊക്കെ. അവളുടെ നേർക്ക് നോക്കിക്കൊണ്ടിരുന്ന കണ്ണുകള് ധൈര്യമില്ലാതെ പിൻവലിഞ്ഞു. അല്പം മുമ്പ് വരെ അവളെ കുറ്റപ്പെടുത്തിയിരുന്നവര് ഇപ്പോഴൊന്നും പറയാനില്ലാതെ തല പൂഴ്ത്തിയിരിക്കുകയാണ്. ഊണുമുറി വല്ലാത്തൊരു നിശബ്ദത. അലീന കയ്യിലിരുന്ന പ്ലേറ്റുമായി പിന്തിരിഞ്ഞു പോയി. ഡോർക്കട്ടൻ വീണ്ടും അവളെ മറച്ചു കഴിഞ്ഞപ്പം അത് കുടിച്ചാൻ എന്ത് ചെയ്തു? ഒരു പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ട് എഴുന്നേറ്റു. അയാൾ നേരെ കിച്ചണിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അലീന ടൈൽസ് ഇട്ട ഫ്ലോറിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നീ ഇവിടെ ഇരുന്നാണോ കഴിക്കുന്നേ? ആ സ്ലാബിലോട്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചൂടെ? ഇതാ സുഖം വല്യപ്പച്ച, അലീന ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു.
അവധുക്കുട്ടിച്ചായം വന്ന് അവളുടെ സമയത്തിരുന്നു പ്ലേറ്റ് താഴെ വെച്ചു. വല്യപ്പച്ചനെതിരെ ഇങ്ങോട്ടേക്ക് വന്നേ, അവിടെ ഇരുന്ന് കഴിച്ചാ പോരായിരുന്നോ? ഞാനോർത്തു നീ ഒറ്റയ്ക്കാണല്ലോന്ന്. നിനക്കൊരു വിഷമവും ഇല്ലേ മോളെ? ഞാനല്ലല്ലോ വല്യപ്പച്ച, നിങ്ങളൊക്കെയല്ലേ വിഷമിക്കേണ്ടത്. ഒരു പെൺകുഞ്ഞിനോട് ഇത്രയും കാലവും ചെയ്തു പോന്ന അനീതി ഓർത്ത് നിങ്ങളല്ലേ സങ്കടപ്പെടേണ്ടത്. എന്റെ വിഷമങ്ങളെല്ലാം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. പിന്നെ അതുപോലൊരു ഊണുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നേക്കാൾ എനിക്ക് സന്തോഷം 100 അനാഥ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഭിക്ഷ കിട്ടി ചോറിനെന്നാണ്. അവധക്കുട്ടിച്ചാന്റെ തലയും ശരിക്കും താണുപോയി. എന്നാലും വല്യപ്പച്ചും കൂട്ടിരിക്കാൻ വന്ന് എനിക്കിഷ്ടമായി കേട്ടോ. അല്ലെങ്കിലും കുളത്തൂപ്പുഴ വെച്ച് നമ്മൾ ഒറ്റ കക്ഷിയല്ലേ, നമ്മളെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ പറ്റുമോ? അലീനെ അയാളെ സമാധാനിപ്പിക്കാനായിട്ടാ പറഞ്ഞുകൊണ്ടിരുന്നേ. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഊണുമുറിയിൽ നിന്ന് സംഭാഷണങ്ങളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആരും ഒന്നും മിണ്ടുന്ന പോലും ഉണ്ടായിരുന്നില്ല. രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേന് ആൽബർട്ടും ഔസേപ്പച്ചനും ഒക്കെ അവരുടെ വീടുകളിലേക്ക് പോയി. റോബർട്ട് ബെഡ്റൂമിൽ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോ കുട്ടികളില്ല. അവരെവിടെ? അയാൾ ആൻസിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ആൻസി പറഞ്ഞു, ആന്റി കഥ പറയുമെന്നും പറഞ്ഞ് ദിയാമോൾ പോകുന്നുണ്ടോ. അതിന് പുറകെ മോനും പോയി. അവർക്ക് നാളെ പോകണ്ടേ, കഥ കേട്ടോണ്ട് കിടന്നാ മതിയോ? റോബർട്ട് കുട്ടികളെ തിരക്കി അലീനയുടെ മുറിയുടെ വാതിക്കലെത്തി. കട്ടിലിന്റെ ക്രാസിൽ തല വെച്ച് ചാരിക്കിടക്കുകയാണ് അലീന. ജോണ അവളുടെ മീതെ കാലുമേ കാല് കയറ്റി വെച്ച് മലർന്നു കിടക്കണു. അവളുടെ വലതു കൈ അവൻ പിടിച്ചു കഴുത്തിന് കീഴെ ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട്. അലീനയുടെ ഇടത് കൈ മടക്കി തല വെച്ച് പറ്റി ചേർന്ന് കിടക്കുകയാണ് ദിയമോള്. റോബർട്ടിനെ കണ്ടോ അലീനയുടെ കഥ പറച്ചിലങ്ങ് നിന്നു. കഥയും കേട്ടോണ്ട് ഉറങ്ങിയാ മതിയോടാ, ഉറങ്ങണ്ടേ നിനക്കൊക്കെ? റോബർട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജോണി ചോദിച്ചു, പപ്പ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? കുറച്ച് ഒച്ച എടുത്താ ചോദിച്ചേ. എഴുന്നേറ്റ് വാ. ഇല്ല, പപ്പ പോയിക്കോ, ഞങ്ങളെ ഉറങ്ങിക്കോളാം. ദിയമോള് ഇച്ചിരി തല വെക്കൊണ്ടാ പറഞ്ഞേ, നാളെ സ്കൂളിൽ പോണ്ടേ മോളെ. പപ്പ ഇപ്പൊ തീരും കഥ, ഞങ്ങളിവിടെ കിടന്നോളാം. മോനെ എഴുന്നേൽക്ക്. റോബർട്ട് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു? അലീനയുടെ മേതെ കമിഴ്ന്ന് രണ്ടും കൈ അവളുടെ മേതെ കൈയിട്ട് മുറുക്ക പിടിച്ച് അങ്ങനെ അവിടെ കിടക്കണം. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഉള്ളൂ, അലീന റോബർട്ടിനോട് പറഞ്ഞു. റോബർട്ട് അങ്ങ് തിരികെ പോയി. പിന്നീട് ആൻസിയോട് എന്നിട്ട് പറഞ്ഞു, അവര് കഥ കേൾക്കുക, ഇപ്പൊ തന്നെ വിട്ടേക്കാന്ന് പറഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുട്ടികളെ കാണാൻ ആൻസി എഴുന്നേറ്റ് പോയി നോക്കിക്കഴിഞ്ഞപ്പോ അവിടെ കഥ പറച്ചിലൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ജോണാണെങ്കിലോ അലീനയുടെ ഉദരത്തിലേക്ക് മുഖം വെച്ച് കമിഴ്ന്നു കിടന്നുറങ്ങുന്നു. അലീനയുടെ വലത് കൈതല അവന്റെ പുറത്ത് താളം പിടിക്കുന്നുണ്ട്. അലീനയുടെ തോളത്തേക്ക് തല കയറ്റി വെച്ച് അവളോട് ചേർന്ന് കിടന്ന് ദിയമോള് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവളെ ഇടത് കൈ കൊണ്ട് അടക്കി പിടിച്ചിട്ടുണ്ട് അലീന. ആൻസി അത് നോക്കി കുറച്ചു സമയം അവിടെ നിന്നു. അലീന ആൻസിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അവര് നല്ല ഉറക്കമായി. അലീന പറഞ്ഞു കഴിഞ്ഞപ്പോ ആൻസിക്ക് ചെറിയ സംശയം വന്നു. ലൈറ്റ് അണച്ചേക്കാന്ന് പറഞ്ഞിട്ട് ആൻസി എന്ത് ചെയ്തു? ലൈറ്റ് അണച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചുപോയി. അങ്ങനെ ആൻസിനെ വാതിൽ ചാരിയിട്ടാണ് ഇറങ്ങി പോകുന്നത്. അലീന പകുതി ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ ഫോൺ ബെല്ലടിച്ചു. അലീന എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ തലയ്ക്കുന്നൊരു പരുക്ക സ്വരം. നീ ഉറക്കം പിടിച്ചോ? അയ്യോ പപ്പയാണോ? ഞാനൊന്നും മയങ്ങിയായിരുന്നു. എന്നാ വെച്ചേക്കാം. പപ്പ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. എങ്ങനെയുണ്ട് നിനക്കവിടെ? സുഖം. അല്ല, ആൽബിയും ഔസേപ്പച്ചനും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. പപ്പ എങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം. അവരെന്ത് പറഞ്ഞു എന്നോട്? ഒന്നും പറഞ്ഞില്ല. മറുവശത്തുനിന്ന് ഒന്നും ശബ്ദമൊന്നും കേൾക്കായിരുന്നപ്പം അലീന പപ്പാന്ന് പറഞ്ഞ് വിളിച്ചു. പപ്പ എന്താ മിണ്ടാത്തെ? നാളെ തിരിച്ചു പോവാല്ലേ? വേണ്ട, 2 ദിവസം ഞാനിവിടെ നിക്കട്ടെ പപ്പ. എന്റെയും കൂടെ തറവാടല്ലേ ഇത്. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഇല്ലെന്നേ. ശരി, ഗുഡ് നൈറ്റ്. അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഫോൺ കട്ടായി. അലീന ആ ഫോണും കൈ പിടിച്ച് കുറെ സമയം ഇങ്ങനെ കിടന്നു. പിറ്റേന്ന് രാവിലെ ദേമോളെ മോനെയും വിളിച്ചുണർത്തിയതും പല്ല് തേപ്പിച്ച് കോഫി തയ്യാറാക്കി കൊടുത്ത അലീനയായിരുന്നു. അവരെ അവിടെ പഠിക്കാനിരുത്തി. സ്കൂളിൽ പോകേണ്ട സമയമായപ്പോൾ കുളിപ്പിച്ച് യൂണിഫോം ഒക്കെ ഇടിപ്പിച്ച് എല്ലാം ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൽകി ടിഫിനൊക്കെ കെട്ടി. എല്ലാ ദിവസവും രാവിലെ വീടൊരു കലാപഭൂമിയായിരുന്നു. അടിയും വഴക്കും കരച്ചിലും എല്ലാം കൊണ്ട് ആകപ്പാടെ ഒരു വല്ലാത്തൊരു ഗൃഹാന്തരീക്ഷമായിരുന്നു അവിടെ. എന്നാൽ ഇന്ന് വരുന്ന രണ്ടുപേരും വളരെ ശാന്തരായിട്ടായിരുന്നു അതെല്ലാം ചെയ്യുന്നേ. ഇടയ്ക്ക് ആൻസി അതിശയത്തോട് കൂടിയിട്ട് തന്റെ അമ്മയോട് പറഞ്ഞു, അവള് പറയുന്നെല്ലാം അവരനുസരിക്കുന്നുണ്ട്. അടി മേടിക്കാതെ ഒറ്റ ദിവസം സ്കൂളിലോട്ട് പോയിട്ടില്ല രണ്ടുപേരും. ആൻസി അങ്ങനെ അവരെ സ്കൂൾ ബസ് കയറ്റി വിടാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കുട്ടികൾ പറഞ്ഞു, മമ്മി വേണ്ട, ആന്റി കൊണ്ട വിട്ടാ മതി. ഒടുവിൽ അലീന തന്നെ അവരെ റബ്ബർ തോട്ടിൽ നിന്ന് പുറത്തേക്കുള്ള റോഡ് വരെ കൊണ്ടുപോയി സ്കൂൾ ബസ് കയറ്റി വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന സമയത്ത് മറിയക്കുട്ടി അലീനയോട് പറഞ്ഞു, അതെ ഇപ്പൊ ആൽബി ഔസേപ്പച്ചന് ഇല്ലല്ലേ, നീ അടുക്കളയിൽ പോയിരുന്ന് കഴിക്കണമെന്നില്ല, ഡൈനിങ് റൂമിൽ വന്നിരിക്കാം.
അത് വേണ്ട, എനിക്ക് ഊണുമേശയിലിരുന്ന് കഴിക്കാനുള്ള കൊതി കൊണ്ടല്ലോ ഞാൻ ഇന്നലെ ചോദിച്ചേ. ഇവിടെയുള്ളവരുടെ മനസ്സിൽ എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത്, അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത്രമാത്രേ ഉള്ളൂ. ഉച്ചയ്ക്ക് അവൾ അടുക്കളയിൽ തന്നെയായിരുന്നു ആ ഫുഡ് കഴിച്ചത്. വൈകുന്നേരം അലീന റോബർട്ടിന്റെ കൂടെ കുട്ടികളെ വിളിച്ചിരുത്തി ഹോംവർക്കൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-4 പേര് അതിഥികള് ഒരു കാറിൽ അങ്ങോട്ടേക്ക് വന്നു. മധ്യവയസ്കയായ ഒരു സ്ത്രീയും 3 കുട്ടികളും. അത് അഫ്സേപ്പച്ചിന്റെ ഭാര്യ വലസമ്മയും മക്കളുമായിരുന്നു. മൂത്തോള് സാന്ദ്ര, ഇളയവ 2 ആൺകുട്ടികളാണ്, ജോസൂട്ടിയും മിലനും. അലീനയെ കാണാൻ എത്തിയതാണെങ്കിലും അവര് അടുത്തേക്കൊന്നും വരാതെ ഒഴിഞ്ഞു മാറി നടന്നു. ഒടുവില് അലീന ജോസൂട്ടിയുടെ അടുത്ത് നിന്ന് അവനെ നേരിട്ട് പരിചയപ്പെട്ടു. ഇത്തിരി ഗൗരവക്കാരനാന്ന് തോന്നി അവനെ കണ്ടു കഴിഞ്ഞപ്പോ. ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞു. അവൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മിലനോട് അവള് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മുഖത്ത് നോക്കാതെയാണ് മറുപടി പറഞ്ഞ്. കുട്ടികളുടെ മനസ്സിൽ തന്നെ പറ്റി മുൻവിധി ഉണ്ടെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലായി. സാന്ദ്രയാണെങ്കിലോ അലീനോട് സംസാരിക്കാനേ വന്നതുപോലുമില്ല. പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവള് മിണ്ടാതെ മുഖം തിരിപ്പിച്ച് അങ്ങ് കളഞ്ഞു. സന്ധ്യക്ക് ദീമോളെയും മോനെയും കുളിപ്പിച്ച് ഡ്രസ്സ് ഇടിയ ശേഷം അലീന ഷെറിനും കൊണ്ട് മരുന്ന് കൊടുത്തു. അവള് ഹാളിലേക്ക് തിരികെ വന്നപ്പോൾ ദീമോള് മുകളിൽ നിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആന്റി ഇങ്ങോട്ട് വാ, ഇവിടെ എല്ലാരും കൂടെ കളിക്കുവാന്ന് പറഞ്ഞു. അലീന അങ്ങോട്ട് കയറി സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി. ലോബിയിലിരുന്ന് ക്യാൻസ് കളിക്കാണ് ജോസൂട്ടിയും സാന്ദ്രയും മില്ലിനും എല്ലാരും കൂടെ. ജോൺ ബോർഡ് ഇടയ്ക്ക് കയറി കോയിൻ അടിച്ചു മാറ്റി പോക്കറ്റിൽ ഇടുന്നുണ്ട്. ആന്റി ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് നമുക്കിരുന്ന് കളിക്കാം. ആന്റി ഇവനോട് അങ്ങനെ ഇരിക്കാൻ പറ, ഇവൻ ഇടയ്ക്ക് കയറി എല്ലാം തെറിപ്പിച്ച് കളയുക. അപ്പോഴേക്കും ദീമോളുടെ പരാതിയും വന്നു. എന്നെ കൂടെ കളിപ്പിക്കാവുന്ന അലീന വെച്ചു. ആന്റിക്ക് അറിയോ കളിക്കാന്? എന്നെ പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിക്കാന്നും പറഞ്ഞുകൊണ്ട് ജോണിന് ഭയങ്കര ഉത്സാഹമായിരുന്നു. അലീനയ്ക്ക് അവൻ കാശാരി ഒഴിഞ്ഞു കൊടുത്തു. അലീന ജോണിനെ എടുത്ത് മടിയിലെത്തി. ജോസൂട്ടി എനിക്കും കൂടെ ഇതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി അലീനെ ഒന്ന് അഭ്യർത്ഥിച്ചു നോക്കി. വേണോ വേണ്ടയോ എന്ന അർത്ഥത്തില് ജോസൂട്ടി സാന്ദ്രയും മെല്ലിനെയും നോക്കി. സാന്ദ്ര മുഖം താഴ്ത്തി മിണ്ടാതിരുന്നുള്ളൂ. ഒടുവിൽ ജോസൂട്ടി കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അലീനയോട് പറഞ്ഞു കൊടുത്തു. കളി തുടങ്ങിയതും സാന്ദ്ര മുഖം വീർപ്പിച്ച് കസാര വിട്ടം എഴുന്നേറ്റ് പോയി. ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വന്നതുകൊണ്ടാണോ? ഇവിടെ ഇരുന്നു, ഞാൻ മറത്തന്നേക്കാന്ന് പറഞ്ഞ് അലീന എഴുന്നേക്കാൻ ഭാവിച്ചപ്പോഴത്തേനും സാന്ദ്ര നടന്നു കഴിഞ്ഞിരുന്നു. അല്പം കഴിഞ്ഞപ്പോഴും കോണിച്ചുവിട്ടിരുന്നു ഒരമർത്തിയ കരച്ചിൽ കേട്ടു. അലീന അടക്കം എല്ലാരും ചെന്ന് എഴുന്നേറ്റ് നോക്കുവാണ്. ആരാ എന്താ ഏതാന്നും അറിയത്തുണ്ടായിരുന്നില്ല. സാന്ദ്രയാണെങ്കിലോ സ്റ്റെയർ കേസിന്റെ കൈവിരിയെ പിടിച്ച് ഒറ്റക്കാലി നിന്നുകൊണ്ട് മറ്റേക്കാല് കുടയുന്ന കണ്ടു. എന്തു പറ്റി? മിന മോള് നീ ചൊന്നുമില്ലാന്ന് പറഞ്ഞു. അവള് മുകളിലേക്ക് നോക്കി ദേഷ്യത്തോടെ പറയാതെ നോക്കി കഴിഞ്ഞപ്പത്തിന് മുടന്നി നടന്നു പോകുന്ന കണ്ടു. കാലെവിടെയോ തട്ടിയെന്ന് തോന്നുന്നു. അവര് വീണ്ടും കളിക്കാൻ തുടങ്ങി. അവള് ദേഷ്യപ്പെട്ട് ചാടിപ്പോയതാ. അതങ്ങനെ പറ്റിയത്. ജോസൂട്ടിക്കാണ് ചിരി വരുന്നുണ്ടായിരുന്നു. കളിക്കിടയിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചും കളിതമാശകളൊക്കെ പറഞ്ഞു അലീനയും ജോസൂട്ടിയും വെല്ലിനും ഒരടുപ്പ് അപ്പോഴേക്ക് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് കളി മതിയാക്കി അവർ താഴെ എത്തിയപ്പോൾ സാന്ദ്ര ഹാളിലിരുന്ന് TV കാണുന്നുണ്ട്. ഇടതുകാലിൽ ടീപ്പോയിലേക്ക് എടുത്തു വെച്ച് തടവിക്കൊണ്ടാണ് ഇരിപ്പ്. അലീന അത് നോക്കാതെ അടുക്കളയിലേക്ക് പോയി. രാത്രി ഭക്ഷണത്തിന് ഡൈനിങ് റൂമിൽ എല്ലാവരും ഒത്തുകൂടിയ ശേഷം അലീന തനിക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ്. അവത് കുടിച്ചാനും അവളോടൊപ്പം കൂടി. ദീമോളും ജോണും വല്യപ്പച്ചന്റെ ആന്റിയുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വാശി പിടിച്ചു. ആൻസി കുട്ടികളെ ശാസിച്ചപ്പോൾ റോബർട്ട് പറഞ്ഞു, അവർക്കത് ഇഷ്ടമാണെങ്കിൽ പോയിരുന്ന് കഴിച്ചോട്ടെ. അത് കേൾക്കേണ്ട താമസം. അവരവരുടെ പ്ലേറ്റ് ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് അടുക്കളയിലേക്ക് നിന്നു. പിന്നാലെ ജോണും എത്തി. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? 2 പേർക്കും അലീനയുടെ മടിയിലിരുന്ന് കഴിക്കണം. അലീന അവർക്ക് വാരി കൊടുത്തും അതിനിടയിൽ കൊച്ചു കൊച്ചു കഥകളൊക്കെ പറഞ്ഞു അവരെ വാരി തീറ്റിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവില് അടുക്കളയില് 3-4 പേരടങ്ങുന്ന സംഘമായി. കുട്ടികളും അവധിക്കുടിച്ചാലും അലീനയും എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. ഊണ് കഴിഞ്ഞ് കൈ ഒഴുകുമ്പോഴാണ് അവധിക്കുടിച്ചാൽ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. സാന്ദ്രയ്ക്ക് ചെറിയൊരു മുടന്നുണ്ട്. അയാളുടെ കാര്യം എന്താണെന്ന് തിരക്കി. അതെ, കോണിപ്പടി ഇറങ്ങും കാലിന്ന് തെന്നിയതാ. കാലുളക്കിയതാണോ കുഞ്ഞെ? ഓ സാരമൊന്നുമില്ല വല്യപ്പിച്ച. അവള് പിന്നെയും TV കൊണ്ടുകൊണ്ടിരുന്നു. TVക്ക് മുന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ അടുത്തേക്ക് മിലം വന്നിട്ട് ചോദിച്ചു, നീ കളിക്കാൻ കൂടുന്നുണ്ടോ? എന്ത് കളിയാ? അതൊക്കെ പറയാം. എവിടെ വെച്ചാ കളിക്കുന്നത്? അലീന ചേച്ചിയുടെ മുറിയില്. ഞാനില്ല. മിലൻ തിരിച്ചുപോയി. അലീന ഷെറിനെ കൂടി നിർബന്ധിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് വേണ്ടി റാണി ആന്റിയെ കളിക്കുന്നേ. എന്നിട്ട് എനിക്ക് പറഞ്ഞാണോ? ഷെറിന് അഭ്യർത്ഥിച്ചു. ചീട്ട് കളിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഷെറിന് അധികം സംസാരിച്ചില്ലെങ്കിലും അലീനയോട് ചേർന്നിരുന്ന് കളിക്കേണ്ട വിധം അവൾക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. കുറെ സമയം അങ്ങനെ ഒരു കളിതമാശകളൊക്കെ പറഞ്ഞിങ്ങനെ നീണ്ടുപോയി.
കുറച്ച് കഴിഞ്ഞപ്പോൾ ദീ മോളും ജോണും ഉറങ്ങി കഴിഞ്ഞപ്പോൾ റോബർട്ട് വന്ന് എടുത്തോണ്ട് പോയി. ജോസോട്ടും മിലനും എല്ലാവരും ഉറങ്ങിപ്പോയി. അലീനെ ഷെറിയിൽ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. തന്റെ മുറിയിലേക്ക് വരുമ്പോഴത്തേനും വലസമയം കുട്ടികളും കിടക്കുന്ന മുറിയിൽ നിന്ന് അമർത്തിയ സ്വരത്തിലുള്ള ശകാരം കേട്ടു. അലീനെ വാതക്കൽ നിന്ന് നോക്കുവാണ്. വലസമ കട്ടിൽ നിന്ന് മക്കളുടെ കാല് തടവുകയാണ്. മകളുടെ കാല് തടവിക്കൊണ്ട് പറഞ്ഞു, നിലത്ത് നോക്കി നടക്കണം, നിന്റെ കണ്ണെവിടെയായിരുന്നു, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ, നേരം വെളുക്കട്ടെ, ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. അലീന അകത്തേക്ക് കയറി ചെന്നു. അവള് സാന്ദ്രയുടെ കാല് നോക്കിയിട്ട് പറഞ്ഞു, നീര് വെച്ചിട്ടുണ്ടല്ലോ ആന്റി. ഓ സാരമില്ല, ഒരു ഓയിൽമെന്റ് പുരട്ടിയിട്ടുണ്ട്. വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത മട്ടില്ല വത്സമയം അത് പറയണത്. കാൽവണ്ട കണ്ടപ്പം അലീനയ്ക്ക് മനസ്സിലായി ഇന്ന് രാത്രി ഇവള് ഈ മുറിയിലുള്ളവരെ ഉറക്കത്തില്ല. അലീനയ്ക്കത് മനസ്സിലായി. സാന്ദ്രയാണെങ്കിൽ കണ്ണീര് ഒലിപ്പിച്ചിങ്ങനെ കിടക്കുവാണ്. അലീനെ പിന്തിരിഞ്ഞു. മത്സമയം എന്ത് ചെയ്തു, കുറച്ച് ഓയിൽമെന്റും കൂടെ ഞെക്കി പിടിഞ്ഞ് കാലി പുരട്ടി. മതി മതിയെന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. മതിയെങ്കിൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്ത് ചെയ്തു, ഒരു ചെരുവത്തിൽ കുറച്ച് തിളപ്പിച്ച ചൂടുവെള്ളമായിട്ട് വന്നു. ഞാൻ ഇത്തിരി ആവി പിടിക്കാൻ കേട്ടോ, വേദന കുറയുമെന്ന് പറഞ്ഞു. വേണ്ട, സാന്ദ്രയ്ക്ക് വാശിയായിരുന്നു. പക്ഷേങ്കിൽ അലീനെ വിടാനായിട്ട് ഭാവിച്ചിട്ടുണ്ടായിരുന്നില്ല. അലീനയുടെ സാന്ദ്രയുടെ കാലിലേക്ക് അങ്ങ് തൊടാൻ ഭാവിച്ചപ്പോഴത്തേനും സാന്ദ്ര പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞ് കാല് ബലിക്കാൻ ഭാവിച്ചു. വെറുതെ വാശി പിടിക്കണ്ട. അലീന എന്ത് ചെയ്തു, ആ ടവല് തിളപ്പിച്ച് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് പതിയെ സാന്ദ്രയുടെ കണങ്കാലിൽ ആവി കൊള്ളിച്ചു. വെള്ളത്തിന്റെ ചൂട് കുറയുന്നവരെ അവൾ അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എഴുന്നേറ്റ് പോയി അവത് കുടിച്ചാനും മുറിയിൽ പോയി കുഴമ്പോ എണ്ണ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. അവത് കുടിച്ചാൻ മുറിവെണ്ണ എടുത്തോണ്ട് കൊടുത്തു. അങ്ങനെ അലീന സാന്ദ്രയുടെ കട്ടിൽ വന്നിട്ട് കാലില് എണ്ണ പുരട്ടി പതിയെ തടവി കൊടുത്തു. ആവി കൊണ്ടപ്പോൾ തന്നെ സാന്ദ്രയുടെ വേദന അല്പം ശമിച്ചിട്ടുണ്ടായിരുന്നു. കാൽമുട്ട് മുതൽ പാദം വരെയുള്ള ആ തലോടരവൾക്ക് ആശ്വാസമായിട്ട് തോന്നി. വേദനിപ്പിക്കാതെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് അലീന ചെയ്യുന്നത്. വേദന കുറേശ്ശെ പോകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഉറങ്ങിക്കോ, ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേറ്റ് പോകുന്നുള്ളെന്ന് പറഞ്ഞു. സാന്ദ്ര കണ്ണടച്ചു കിടന്നു. ഇപ്പുറത്ത് കട്ടില് മത്സമ അലീനയുടെ പ്രവൃത്തി നോക്കിക്കൊണ്ടിരുന്നു. ഉറക്കം വന്ന് കണ്ണടയുന്നോടം വരെ. രാവിലെ സാന്ദ്രനോടൊന്ന് കാൽ പരിശോധിച്ച് നോക്കുമ്പോൾ വേദനയും നീരുമെല്ലാം അപ്രതീക്ഷമായിരിക്കുന്നു. അവള് നടന്നു നോക്കി. ചെറിയൊരു പേശുവലി ഉണ്ടെന്നുള്ളൂ. അവള് ബെഡ് കോഫിക്ക് വേണ്ടി അടുക്കളയിൽ ചെന്നു. എങ്ങനെയുണ്ട് നിന്റെ കാലിൽ നിന്ന് വത്സം വെച്ചു. ഇല്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ആ പെണ്ണിന്നലെ രാത്രി ആ പിടിച്ച് എണ്ണയിട്ട് കാല് തിരുമ്പി കൊടുത്തിട്ടാ. മത്സമ്മ ആൻസിയോട് പറഞ്ഞു. ഞാൻ ഉറങ്ങുന്ന വരെ അവൾ എവിടെയായിരുന്നു, കാല് തിരുമ്പുന്നുണ്ടായിരുന്നു. എപ്പോഴാ സാന്ദ്ര അവൾ എഴുന്നേറ്റ് പോയത്. ഞാൻ ഉറങ്ങിപ്പോയി കണ്ടുമില്ല. അവസരപ്പച്ചാനൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ ഓർത്തൊരു വല്ലാത്ത സാധനമായിരിക്കുന്ന. ഇത് ആട്ടിൻകുട്ടി പോലത്തെ ഒരെണ്ണം. പിള്ളേരൊക്കെ എത്ര പെട്ടെന്ന് അവളോട് കൂട്ടുകൂടിയത്. വത്സമ്മയ്ക്ക് ഉള്ളിൽ തോന്നിയത് തന്നെ വത്സമ്മ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ മറിക്കുട്ടി പറഞ്ഞു, അത് ശരിയാ, എല്ലാത്തിനെയും വേയിച്ചുകൊണ്ട് നടന്നോളും. 2 ദിവസമായിട്ട് ദിയമോളുടെ ജോണിന്റെ ഒരു കാര്യം ഞങ്ങൾ അറിയുന്നില്ല. അല്ലെങ്കിൽ എന്തായിരുന്നു ഇവിടുത്തെ ഗുസ്തി. ആരെന്തു പറഞ്ഞാലും എത്ര ദേഷ്യപ്പെട്ടാലും അവൾക്ക് ആരോടും ഒരു പിണക്കമില്ല. ഏത് പണിയും ചെയ്തോളും. അവളായി അടുക്കളയിൽ ഇതുപോലെയൊക്കെ വൃത്തിയായി അടുക്കി പെറുക്കി വെച്ചത്. അവള് വന്ന ദിവസം ഞാൻ ഏതാണ്ട് കുത്തുവാക്കൊക്കെ പറഞ്ഞു വെച്ചി. അതാണിപ്പോ എനിക്കൊരു വിഷമം. ആൻസിക്ക് അതായിരുന്നു സങ്കടം. ഓ, കാര്യം ശരിയാട്ടോ. അത് ഇവിടുത്തെ മരിച്ചുപോയ അമ്മച്ചി തന്നെയാ. ആ സ്വഭാവം, പ്രകൃതവും, നടപ്പും, ഇടുപ്പും, വർത്തമാനം എല്ലാം. അപ്പച്ചൻ പറഞ്ഞപ്പോഴൊന്നും ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പൽസമ്മയ്ക്കും അങ്ങോട്ട് അതിശയം മാറുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അലീന മുറ്റം അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അലീന അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. തന്റെ ജോലികളൊക്കെ നല്ല മുടങ്ങാതെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീന ആ വീട്ടിലുള്ളവരെ പതുക്കെ കയ്യിലെടുക്കുകയാണ്. അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.